എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചന്ദ്രൻ്റെ 3-ാം പിറ നടക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ തിരുവോണത്തിന് മുമ്പുള്ള ആദ്യ പിറയും. ഈ ദിവസം മുതൽ തിരുവോണം നാൾ വരെ ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ഈ ഭാഗ്യം ഇരട്ടിക്കാൻ ഇന്ന് അർദ്ധരാത്രി ചന്ദ്രനെ ഒന്ന് ദർശിക്കുക കൂടി ചെയ്താൽ മതി. ഓരോ നക്ഷത്ര ജാതകർക്കും ഈ 3-ാം പിറയ്ക്ക് ശേഷം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇന്ന് അർദ്ധരാത്രിയിലെ 3-ാം പിറയ്ക്ക് ശേഷം തൊഴിൽ മാറ്റത്തിന് സഹായം ലഭിച്ചു തുടങ്ങും. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ പല വഴികൾ തെളിഞ്ഞു കിട്ടും. ഗുണകരമായ കൂട്ടുകെട്ടുകൾ വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നൊന്ന് കരകയറി തുടങ്ങും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കാൻ അവസരങ്ങളുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠീവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി ലഭിക്കാൻ നല്ല അവസരങ്ങളാണ്. ദൂരദേശത്തു നിന്ന് സാമ്പത്തിക സഹായ സാധ്യത. മംഗളകാര്യത്തിന് അനുകൂല സമയം. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലീകരിക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്തും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗം. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കമറിയാൻ സാധ്യതകൾ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ശുഭകാര്യ യോഗം. മത്സര രംഗത്ത് നേട്ടം. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിൻ്റെ കാലം കൂടിയാണ്. കോടതി കാര്യങ്ങളിൽ സമാധാനം. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. അതുപോലെ നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്.
സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠന വിജയത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നുചേരും. അഭിഭാഷക രംഗത്ത് നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് ഇന്നു മുതൽ. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ദൂരദേശത്ത് നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നുചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാകും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ആകാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ആനുകൂല്യം ലഭിക്കും. ദൂരദേശത്ത് നിന്ന് ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കാൻ ചില നല്ല അവസരങ്ങൾ ഉണ്ട്. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്ത് നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പകൾ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിലുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാനും ചില അവസരങ്ങളുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല, നാളികേരം ഉടയ്ക്കൽ, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്തവർക്ക് അത് സഫലമാകും. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറയും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിൻ്റെ സമയമാണ്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. അതുപോലെ തന്നെ ബാധ്യത തീർക്കുന്നതിന് ചില സാമ്പത്തിക സഹായങ്ങളും ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരങ്ങൾ ലഭിക്കും. സിനിമ രംഗത്ത് ചില വഴിത്തിരിവുകൾക്ക് തുടക്കം ഇടുകയാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് വെണ്ണ നിവേദിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ആരോഗ്യ മേഖലയിൽ അംഗീകാരം. കലാരംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കും. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായ ചുവടുമാറ്റം നടത്താൻ സാധിക്കും. ഔദ്യോഗിക വിഷമതകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വിദേശ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ ശുഭകരമാണ്. തർക്കവിഷയങ്ങൾ വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ
സന്താനത്തിന് ആഗ്രഹിച്ച മംഗല്യഭാഗ്യം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാരിൽ പുതിയ പദവി, പ്രണയബന്ധം ആർഭാടം ഇല്ലാതെ വിവാഹത്തിൽ കലാശിക്കാനും യോഗമുണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പിൻവിളക്ക്, ചാമുണ്ടിക്ക് കുങ്കുമാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.